നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് SSLC പരീക്ഷയിൽ 99.07 വിജയശതമാനം. ചെറുവത്തൂർ മട്ടലായി ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. റോഡിന് മധ്യഭാഗത്തായി 20 മീറ്ററിലധികം നീളത്തിൽ വിള്ളലുണ്ടായിട്ടുണ്ട്. ശക്തമായി വീശിയടിച്ച കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണ് കനത്ത നാശനഷ്ടം. 1 കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക്. വിവാഹ ദിനത്തിൽ മുങ്ങിയതിനു പിന്നാലെ പ്രതിശ്രുത വധു നൽകിയ പീഡന പരാതിയിൽ പ്രതിശ്രുത വരൻ ബലാത്സംഗ കേസിൽ അറസ്റ്റിൽ. പ്രതിയെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്ന UDF വാഗ്ദാനം നടപ്പിലാക്കണമെന്ന ആവശ്യം. കാസർഗോഡ് പ്രതിഷേധ പ്രകടനവും ടിക്കറ്റില്ലാ യാത്രയും നടത്തി BJP. കാസർഗോഡ് നിരവധി കേസുകളിൽ പ്രതിയായ പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ. ആരിക്കാടി ബന്നംകുളം സ്വദേശി അബ്ദുൾ ജലീലാണ് പിടിയിലായത്. നീലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ യുവതിയെ കയറിപ്പിടിച്ച ഇലക്ട്രീഷ്യൻ അറസ്റ്റിൽ. പള്ളിക്കര കുഞ്ഞിപ്പുളിക്കാലിലെ രമേശനാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിൽ 20,675 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് TIHSS നയന്മാർ മുലയിലാണ്. സംസ്ഥാനത്ത് SSLC പരീക്ഷയിൽ 99.07 വിജയശതമാനം. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. ഈ വർഷം മുതൽ DG ലോക്കറിലും വാട്സാപ്പ് സന്ദേശമായും ഫലം ലഭ്യമാവും. സംസ്ഥാനത്ത് 4,14,290 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇവരിൽ 4,10,456 പേർ വിജയിച്ചു. വിജയശതമാനം ഏറ്റവും കുറവ് റവന്യൂ ജില്ല തിരുവനന്തപുരമാണ്. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല പത്തനംതിട്ടയും. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല കുട്ടനാടാണ്. ഏറ്റവും അധികം കുട്ടികൾ പരീക്ഷ എഴുതി 100% വിജയം നേടിയ സർക്കാർ സ്കൂൾ GHSS നടുവണ്ണൂറാണ്. കാസർഗോഡ് ജില്ലയിൽ ഇത്തവണ 20,675 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയത്. ഇതിൽ 10,473 പേർ പെൺകുട്ടികളാണ്. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ 9,199 വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തതിൽ 3 കുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും ഒരാൾ ഒരു വിഷയത്തിലും പരീക്ഷയും എഴുതിയിട്ടില്ല. കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ 5,988 പെൺകുട്ടികൾ ഉൾപ്പെടെ 11,475 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. ഇതിൽ ചില കുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും പരീക്ഷകളും എഴുതിയിട്ടില്ല. ജില്ലയിൽ 160 സെന്ററുകളിലായിട്ടാണ് പരീക്ഷ നടന്നത്. കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് TIHSS നയന്മാർ മുലയിൽ 785 കുട്ടികൾ. കഴിഞ്ഞ വർഷം ജില്ലയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയത് 20,348 വിദ്യാർത്ഥികളായിരുന്നു. വിജയശതമാനം 99.57 ആയിരുന്നു. പുനർമൂല്യനിർണ്ണയം അപേക്ഷ സമർപ്പിക്കുന്നതിനായി മെയ് 16 മുതൽ 21 വരെ അപേക്ഷിക്കാം. പരീക്ഷ റെഗുലർ വിദ്യാർത്ഥികൾക്ക് ജൂൺ ആദ്യവാരം എഴുതാം. പരമാവധി 3 വിഷയങ്ങൾക്കാണ് പരീക്ഷ എഴുതാനാവുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ മട്ടലായി ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ കണ്ടെത്തി. റോഡിനു മധ്യഭാഗത്തായി 20 മീറ്ററിലധികം നീളത്തിൽ വിള്ളലുണ്ടായിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെയാണ് നാട്ടുകാർ റോഡിനു മുകളിൽ വിള്ളൽ കണ്ടത്. വിവരമറിഞ്ഞ് നിർമ്മാണ കരാർ കമ്പനി അധികൃതരെത്തി വിള്ളൽ വീണ മുകൾ പാളിക്ക് മുകളിൽ വാഹനങ്ങൾ നിർത്തിയിടുകയും ഉച്ചയ്ക്ക് മുമ്പ് അവിടെ മുതൽ വടക്കോട്ട് മട്ടലായി ചർച്ചിന് മുന്നിൽ വരെ 50 മീറ്റർ നീളത്തിൽ ടാറിംഗ് നടത്തി വിള്ളൽ മുട്ടുകയുമായിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E. കുഞ്ഞിരാമനും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. കഴിഞ്ഞ ദിവസം പിലിക്കോട് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ മട്ടലായിയിലെ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കാമെന്ന് കരാർ കമ്പനി അധികൃതർ തഹസിൽദാർ ഉൾപ്പെടുന്ന സംഘത്തിന് ഉറപ്പു നൽകിയിരുന്നു. അത് ലംഘിച്ചാണ് ടാറിംഗ് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ശക്തമായി വീശിയടിച്ച കാറ്റിലും മഴയിലും പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ മരങ്ങൾ കടപുഴകി വീണ് കനത്ത നാശനഷ്ടം. 1 കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക്. പിലിക്കോട് വ്യാഴാഴ്ച വൈകുന്നേരമുണ്ടായ കാറ്റിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. കേരള കാർഷിക സർവകലാശാല പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അഗ്രി ടൂറിസം സെന്ററിനാണ് 1 കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായിട്ടുള്ളത്. അഗ്രി ടൂറിസം കേന്ദ്രത്തിലെ ദർപ്പണം പ്രദർശന ഹാളിന് മുകളിൽ കൂറ്റൻ മാവ് കടപുഴകി വീണു. മേൽക്കൂര തകർന്നു. ഊട്ടുപുരയുടെ മേൽക്കൂരയിൽ പാലമരമാണ് മുറിഞ്ഞു വീണത്. വിനോദ കേന്ദ്രത്തിലെ ബോട്ടിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നു. ചമയം ഓഡിറ്റോറിയത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം മരം വീണ് ഒടിഞ്ഞു. കവിഭവനത്തിന്റെ മേൽക്കൂരയിലെ ഓടുകൾ ഭാഗികമായി തകർന്നു.
ഫാം ബ്ലോക്കിലെ നിരവധി വൈദ്യുത തൂണുകളും കമ്പികളും ഒടിഞ്ഞു വീണു. പിലിക്കോട് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇടിമിന്നലിലും കാറ്റിലും മഴയിലും നിരവധി വീടുകൾ ഭാഗികമായി തകരുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഒരു 4:30-ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ചുഴലിക്കാറ്റ് രാജ്യവ്യാപകമായി ഉണ്ടായിട്ടുള്ളതാണ്. ഈ ഭാഗത്ത് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന തിരുമുമ്പ് ഹെറിറ്റേജ് അഗ്രി ടൂറിസം സെൻറ്റർ ഒരു വ്യാപകമായ നാശം വന്നിരിക്കുകയാണ്. പ്രധാനമായിട്ട് ഇതിനകത്ത് ടൂറിസം സെൻറ്ററിൽ വിവിധ കെട്ടിടങ്ങളുണ്ട്, വിവിധ ടൂറിസം വിനോദസഞ്ചാര സ്റ്റാച്യൂകളുണ്ട്, അങ്ങനെ ഒരുപാട് സംഗതിയുണ്ട്. അതിലേറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു ഡാമേജ് വന്നിരിക്കുന്നത് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ മൊത്തം അച്ചീവ്മെൻറ്റ്സ് കർഷകർക്ക് വേണ്ടി പ്രദർശിപ്പിക്കുന്ന ഒരു പ്രദർശനശാലയുണ്ട്, ദർപ്പണം എന്ന് പറയുന്ന പ്രദർശനശാല. അതിൻ്റെ മുകളിലേക്കൊരു മാവ് കടപുഴകി വീണ് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 35 ലക്ഷം രൂപയുടെ ഡാമേജ് അതിന് തന്നെ ഉണ്ടാവും. അതുകൂടാതെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഊട്ടുപുര മുകളിലും ഒരു പന മരം വീണ് കിടക്കുകയാണ്. അതൊക്കെ കൊണ്ട് അത് കൂടാതെ പല പല സ്ട്രക്ചേഴ്സ് വിനോദസഞ്ചാരത്തിനും പിന്നെ കർഷകർക്കും അതിന് ബന്ധപ്പെട്ടവർക്കും എല്ലാം ഉള്ള പല പല യൂണിറ്റുകളുടെയൊക്കെ മൊത്തം ഡാമേജുകളൊക്കെ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നതായിട്ടാണ് പ്രാഥമിക നിഗമനം. നമ്മൾ അസസ് ചെയ്യുന്നേ ഉള്ളൂ. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിവാഹദിനത്തിൽ മുങ്ങിയതിനു പിന്നാലെ പ്രതിശ്രുത വധു നൽകിയ പീഡന പരാതിയിൽ പ്രതിശ്രുത വരൻ ബലാത്സംഗ കേസിൽ അറസ്റ്റിൽ. ബളാലിനു സമീപത്തെ വിഷ്ണു നാരായണനെയാണ് വെള്ളരിക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. വിവാഹ മുഹൂർത്തത്തിനു മിനിറ്റുകൾക്ക് മുൻപ് മുങ്ങിയ പ്രതിശ്രുത വരനെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്തു. ബളാലിനു സമീപത്തെ വിഷ്ണു നാരായണനെയാണ് വെള്ളരിക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിഷ്ണു നാരായണനും പ്രതിശ്രുത വധുവായ 25-കാരിയും നേരത്തെ പ്രണയത്തിലായിരുന്നു. പിന്നീട് ഇരു വീട്ടുകാരും സംസാരിച്ചുറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരുടെയും വിവാഹം മെയ് 10-ന് ബളാലിനു സമീപത്തെ ഒരു ക്ഷേത്രത്തിൽ വച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി വധുവും ബന്ധുക്കളും ക്ഷേത്രത്തിലെത്തിയിരുന്നു. എന്നാൽ മുഹൂർത്ത സമയമായിട്ടും വരനും സംഘവും എത്തിയില്ല. ഇത് ആശങ്കയ്ക്ക് ഇടയാക്കി. ഇതിനിടയിൽ വരന്റെ സഹോദരിയും ബന്ധുക്കളും ക്ഷേത്രത്തിലെത്തി വരനെ കാണാനില്ലെന്ന് വധുവിന്റെ ബന്ധുക്കളെ അറിയിച്ചു. ഇതോടെ വിവാഹം മുടങ്ങുകയും എല്ലാവരും വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് വിഷ്ണു നാരായണൻ തന്നെ ബലാത്സംഗം ചെയ്തതായി കാണിച്ച് പ്രതിശ്രുത വധുവായ യുവതി വെള്ളരിക്കുണ്ട് പോലീസിൽ പരാതി നൽകിയത്. ഇതു സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിഷ്ണു നാരായണനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്ന UDF വാഗ്ദാനം നടപ്പിലാക്കുക എന്നാവശ്യപ്പെട്ട് BJPയുടെ പ്രതിഷേധം. കാസർഗോഡ് പ്രതിഷേധ പ്രകടനവും ടിക്കറ്റില്ലാ യാത്രയും നടത്തിയാണ് പ്രതിഷേധിച്ചത്. BJP ജില്ലാ അധ്യക്ഷ ML അശ്വനി ഉദ്ഘാടനം നിർവഹിച്ചു. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ പാസ് മെയ് 15-ാം തീയതി മുതൽ യാഥാർത്ഥ്യമാകുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വാക്ക് യാഥാർത്ഥ്യമായില്ല എന്നാരോപിച്ച് കാസർഗോഡ് വനിതകൾ ബസ്സിൽ കയറി പ്രതിഷേധിച്ചു. BJP വനിതാ മോർച്ചയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കാസർഗോഡ് KSRTC ഡിപ്പോയിൽ ബസ്സുകളിൽ കയറിയായിരുന്നു പ്രതിഷേധിച്ചത്. നാട്ടുകാരെ നിങ്ങളറിഞ്ഞോ? സൗജന്യ യാത്ര, വാഗ്ദാനം നൽകിയൊരു കോൺഗ്രസ്, भारत माता,
जय जय महिला मोर्चा, जय 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 महिला मोर्चा, जय 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 बीजेपी, जय 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 बीजेपी, जय 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 महिला मोर्चा, जय 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 महिला मोर्चा. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു. മെയ് മാസം 15-ാം തീയതി, മെയ് മാസം 15-ാം തീയതി സ്ത്രീകൾക്കൊരു സൗജന്യ യാത്ര, സ്ത്രീകൾക്കൊരു സൗജന്യ യാത്ര വാഗ്ദാനം നൽകിയത് കോൺഗ്രസ്. നാണമില്ല നിങ്ങൾക്ക്. സമരത്തിന്റെ ഭാഗമായി സർവീസുകൾ നിർത്തിയിടുന്ന സാഹചര്യവുമുണ്ടായി. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനി, അനിത സി നായിക്, പ്രമീള മജൽ, അശ്വിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നിരവധി കേസുകളിൽ പ്രതിയായ പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ. ആരിക്കാടി ബന്നംകുളം സ്വദേശി അബ്ദുൾ ജലീൽ പിടിയിലായത് വളപട്ടണത്തെ ഒളിവു കേന്ദ്രത്തിൽ നിന്ന്. നിരവധി കേസുകളിൽ പ്രതിയായ പിടികിട്ടാപ്പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുമ്പള ആരിക്കാടി ബന്നംകുളത്തെ അബ്ദുൾ ജലീൽ എന്ന ജല്ലുവിനെയാണ് എസ്.ഐ. അനന്തകൃഷ്ണൻ ആർ മേനോനും സംഘവും അറസ്റ്റ് ചെയ്തത്. വളപട്ടണത്ത് ഒളിവിൽ കഴിയുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് അവിടെയെത്തി പ്രതിയെ പിടികൂടിയത്. 2021 ബദിയടുക്ക പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിലും കുമ്പളയിലെ ആംസ് ആക്ട് കേസിലും അബ്ദുൾ ജലീൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. അന്വേഷണ സംഘത്തിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രശാന്ത് മഹേഷ് ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നീലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ യുവതിയെ കയറിപ്പിടിച്ച ഇലക്ട്രീഷ്യൻ അറസ്റ്റിൽ. പള്ളിക്കര കുഞ്ഞിപ്പുളിക്കാലിലെ രമേശനാണ് അറസ്റ്റിലായത്. ജോലിക്കെത്തിയ വീട്ടിലെ യുവതിയെ കയറിപ്പിടിച്ച ഇലക്ട്രീഷ്യനായ പ്രതി അറസ്റ്റിൽ. 22-കാരിയുടെ പരാതിയിൽ നീലേശ്വരം പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കേസെടുക്കുകയായിരുന്നു. നീലേശ്വരം പള്ളിക്കര കുഞ്ഞിപ്പുളിക്കാലിലെ രമേശനാണ് അറസ്റ്റിലായത്. ഇലക്ട്രിക് ജോലിക്ക് പോയ വീട്ടിലെ മുതിർന്ന സ്ത്രീ പുറത്തുപോയ സമയത്താണ് സംഭവം. യുവതി തനിച്ചാണെന്ന് കണ്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ബന്ധുക്കൾ തിരിച്ചെത്തിയതോടെ പോലീസിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിനായി പുതുതായി നിർമ്മിച്ച വ്യാപാര ഭവൻ മെയ് 16-ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ 3ാമത് വ്യാപാര ഭവനാണ് 16-ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ടൗണിൽ വില്ലേജ് ഓഫീസിന് മുൻവശത്ത് 150ഓളം പേർക്കിരിക്കാൻ സൗകര്യമുള്ള കോൺഫറൻസ് ഹാൾ, ഓഫീസ്, താഴത്തെ നിലയിൽ 4 മുറികൾ, മുകളിൽ 6 മുറികളും ഉൾക്കൊള്ളുന്ന ബഹുനില മന്ദിരമാണ് തുറക്കുന്നത്. മെയ് 16-ന് വൈകുന്നേരം 4-ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നിർവഹിക്കും. യൂണിറ്റ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം അധ്യക്ഷത വഹിക്കും. സന്ദീപ് വാര്യർ MLA മുഖ്യാതിഥിയായിരിക്കും. ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് K. അഹമ്മദ് ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തും. ജനപ്രതിനിധികളും വ്യാപാരി രാഷ്ട്രീയ കക്ഷി നേതാക്കളും പങ്കെടുക്കും. ജീവകാരുണ്യ പ്രവർത്തനത്തിലും സേവന മേഖലയിലും നിരവധി ഇടപെടലുകൾ നടത്തിവരുന്ന വ്യാപാരി സംഘടനയുടെ 3ാമത് വ്യാപാര ഭവനാണ് 1.5 കോടി രൂപ ചെലവിൽ പുതുതായി നിർമ്മിച്ചത്. ജില്ലാ വൈസ് പ്രസിഡന്റും യൂണിറ്റ് പ്രസിഡന്റുമായ ശ്രീ KV ലക്ഷ്മൺ 4 മണിക്ക് പതാക ഉയർത്തലോടുകൂടി നമ്മുടെ പൊതുസമ്മേളനം ആരംഭിക്കും. യൂണിറ്റ് ജനറൽ സെക്രട്ടറി റഷീദ് സാദും യൂണിറ്റ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം അധ്യക്ഷത വഹിക്കും. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും. മുഖ്യാതിഥിയായി ശ്രീ സന്ദീപ് വാര്യർ MLA, മുഖ്യപ്രഭാഷണം K. അഹമ്മദ് ഷെരീഫ്, തൃശ്ശൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജില്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. മനു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. രജീഷ് ബാബു, മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെല്ലാം ഈ ചടങ്ങിൽ ആശംസ സംസാരിക്കുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം, ജനറൽ സെക്രട്ടറി M. അബ്ദുൾ റഷീദ്, ട്രഷറർ EV ദിനേശൻ, വൈസ് പ്രസിഡന്റ് VP ഗോപാലകൃഷ്ണൻ, S. അബ്ദുൾ റഹിമാൻ, സെക്രട്ടറിമാരായ AG നൂറിൽ അമീൻ, K. മുഹമ്മദ് ആരിഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തളങ്കര മാലിക് ദീനാർ യത്തീംഖാനയിൽ സ്റ്റുഡൻസ് കൗൺസിൽ സംഘടിപ്പിച്ചു. SI രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തളങ്കര കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ തളങ്കര മാലിക് ദീനാർ യത്തീംഖാനയിൽ വിദ്യാർത്ഥികൾക്കായി സ്റ്റുഡൻസ് കൗൺസിൽ സംഘടിപ്പിച്ചു. ഇബ്രാഹിം മദനി സ്വാഗതം പറഞ്ഞു. യത്തീംഖാന മാനേജർ ഹസൈനാർ ഹാജി തളങ്കര അധ്യക്ഷത വഹിച്ചു. SI രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് വനിതാ സെൽ ഫാമിലി കൗൺസിലർ രമ്യ ശ്രീനിവാസൻ ക്ലാസ് എടുത്തു. അതൊക്കെ വന്ന് നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ് എന്തെന്ന് പറയുന്നത് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതായത്
അല്ലാതെ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാനോ നിങ്ങളുടെ കുരുത്തക്കേടുകളൊക്കെ കൂടുതൽ കണ്ടുപിടിക്കാനോ ഉള്ള ഒരു സംവിധാനം അല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതിനോട് ചില കുരുത്തക്കേടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലീസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ശരിക്കും കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ മനസ്സിനെ ഒന്ന് റീഫ്രഷ് ചെയ്യുക. ചിലപ്പം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതിന് നമ്മളിങ്ങനെ മനസ്സിലിട്ട് വളർത്തിയിട്ട് ഉറപ്പില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, എല്ലാവരോടും വാശി ദേഷ്യം തൊട്ടുതലി പിടിച്ചതിനെല്ലാം എന്താക്കും, കുഴപ്പമുണ്ടാക്കും അല്ലെ. പഠനത്തോടൊപ്പം സമൂഹത്തിന് മാതൃകയായി വളരണമെന്നും ആധുനിക കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിൽ മാത്രം ഒതുങ്ങിപ്പോവാതെ കുടുംബത്തിനൊപ്പം തുറന്നു സംസാരിച്ചാൽ ഇപ്പോഴത്തെ മാനസിക പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒരു പരിധിവരെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമെന്ന് രാധാകൃഷ്ണനും രമ്യ ശ്രീനിവാസനും വിദ്യാർത്ഥികളെ ഉദ്ബോധിപ്പിച്ചു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ സന്തോഷ് സംസാരിച്ചു. സഫൂറ ടീച്ചർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മൊഗ്രാൽ പുത്തൂർ യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പ്രവചന മത്സരത്തിൽ ഹാരിസ് ബദിര വിജയിയായി. UDFന്റെ ജനകീയ നിലപാടുകൾക്ക് കിട്ടിയ അംഗീകാരമാണ് UDF നേടിയ തിളക്കമാർന്ന വിജയമെന്ന് മൊഗ്രാൽ പുത്തൂർ യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് KJ, ജനറൽ സെക്രട്ടറി മൂസ ബാസിത്ത് എന്നിവർ അഭിപ്രായപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് യൂത്ത് ലീഗ് നടത്തിയ പ്രവചന മത്സരത്തിൽ ഹാരിസ് ബദിര വിജയിയായി. യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷിഹാബ് KJ നറുക്കെടുപ്പ് നടത്തി. മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് മണ്ഡലം സെക്രട്ടറി ഷഫീഖ് പീബീസ്, യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മൂസ ബാസിത്ത്, യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ ഷദീദ് കടവത്ത്, അൽത്താഫ് ചൌക്കി, ജുനൈദ് കമ്പാർ, MSF ജില്ലാ ജനറൽ സെക്രട്ടറി അൻസാഫ് കുന്നിൽ, അബ്ബാസ് മൊഗർ, ജംഷീർ കടവത്ത്, സവാദ് കടവത്ത്, ആപ്പു ആസാദ് നഗർ, ഫൈസൽ ആസാദ് നഗർ, ആഷിഖ് മൊഗർ, ഹംറാസ് ഏരിയാൽ, മുക്താർ മജൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലയം കലാക്ഷേത്രം 30ാമത് നൃത്ത സംഗീതോത്സവം വിപുലമായ പരിപാടികളോടെ ആചരിക്കും. മെയ് 20 ബുധനാഴ്ച പുലിക്കുന്ന് ശ്രീ ഐവർ ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലായിരിക്കും പരിപാടി സംഘടിപ്പിക്കുക. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 30 വർഷക്കാലമായി ഉത്തര കേരളത്തിൽ കലാരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ലയം കലാക്ഷേത്രം അതിന്റെ കാസർഗോഡ് വിദ്യാലയത്തിന്റെ 30ാമത് നൃത്ത സംഗീതോത്സവം മെയ് 20 ബുധനാഴ്ച പുലിക്കുന്ന് ശ്രീ ഐവർ ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് സമുചിതമായി ആഘോഷിക്കുന്നു. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന വിദ്യാർത്ഥികളുടെ ശാസ്ത്രീയ സംഗീത പരിപാടികളോടെ കലോത്സവം ആരംഭിക്കും. 11 മണിക്ക് 50ഓളം വിദ്യാർത്ഥികൾ ചേർന്ന് ദേശഭക്തി സംഗീതമായ സ്വരാവലി അവതരിപ്പിക്കും. 3 മണിക്ക് പിന്നണി ഗായകൻ ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ പഴയ സിനിമാ ഗാനങ്ങളെ ആസ്പദമാക്കിയുള്ള ഓൾഡ് ഈസ് ഗോൾഡ് സംഗീത പരിപാടി അവതരിപ്പിക്കും. വൈകുന്നേരം 5 മണിക്ക് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീമിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സാംസ്കാരിക പരിപാടിയിൽ പ്രശസ്ത കലാകാരന്മാരായ കലാമണ്ഡലം ഷൈജു, കലാമണ്ഡലം വിശ്വാസ്, രഘു തിരുവമ്പാടി എന്നിവർ ചേർന്ന് നൃത്തോത്സവത്തിന്റെ ഉദ്ഘാടനം നിലവിളക്ക് കൊളുത്തി നിർവഹിക്കും. രാവിലെ 9 മണിക്ക് കുട്ടികളുടെ ശാസ്ത്രീയ സംഗീത പരിപാടിയും അതുപോലെ തുടർന്ന് ദേശീയ പ്രാധാന്യത്തോടെ ചിട്ടപ്പെടുത്തിയ സ്വരാവലി സംഗീതം 40ഓളം കുട്ടികൾ ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക പരിപാടികളാണ്. ഉച്ചയ്ക്ക് ശേഷം ശ്രീ ചെങ്ങന്നൂർ ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പഴയ സിനിമാ ഗാനങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഓൾഡ് ഈസ് ഗോൾഡ് ഒരു സംഗീത പരിപാടി. തുടർന്ന് 5 മണിക്ക് സാംസ്കാരിക സമ്മേളനം നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ അധ്യക്ഷതയിൽ കേരള കലാമണ്ഡലം ഷൈജു, കലാമണ്ഡലം വിശ്വാസ്, അതുപോലെ കലാമണ്ഡലം രഘു തിരുവമ്പാടി തുടങ്ങിയവർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കലാമണ്ഡലം വനജാരാജൻ്റെ ശിക്ഷണത്തിൽ ലയം വിദ്യാർത്ഥികളുടെ ഭരതനാട്യ, മോഹിനിയാട്ട, കുച്ചിപ്പുടി കച്ചേരികളുണ്ടാവും. രാത്രി 8:30 സീനിയർ വിദ്യാർത്ഥികളുടെ ജുഗൽബന്ദി, അതുപോലെ നൃത്തസമന്വയം തുടങ്ങിയ പരിപാടി ഉണ്ടാവും. ചടങ്ങിൽ കൗൺസിലർ രാജേഷ് അമ്മൈ, ക്ഷേത്ര ആചാര്യന്മാരായ മഞ്ജു കാരണവർ, നാഗേഷ് കാരണവർ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിക്കും. 6 മണിക്ക് നടക്കുന്ന ശാസ്ത്രീയ നൃത്തോത്സവത്തിൽ കലാമണ്ഡലം വനജാരാജന്റെ ശിക്ഷണത്തിൽ വിദ്യാർത്ഥികൾ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നിവയിൽ അരങ്ങേറ്റം കുറിക്കും. തുടർന്ന് സീനിയർ വിദ്യാർത്ഥികളുടെ നൃത്ത സമന്വയവും അരങ്ങേറും. 9:30 ദേശീയ ഗാനത്തോടെ നൃത്ത സംഗീതോത്സവത്തിന് സമാപനം കുറിക്കും. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ രഞ്ജിത്ത് കുമാർ ഇ, ലയം ഡയറക്ടർ രാജൻ കരിവള്ളൂർ, ശ്രീമതി നിഷിത വിജയൻ ഉപ്പിലിക്കൈ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയമിതനായ വി ഡി സതീശന് അഭിവാദ്യമർപ്പിച്ച് തൃക്കരിപ്പൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. UDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ മഹിളാ പ്രവർത്തകർ ഉൾപ്പെടെ അണിനിരന്നു. പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിയമിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചും അദ്ദേഹത്തിന് അഭിവാദ്യമർപ്പിച്ചുമാണ് UDF പ്രവർത്തകർ പ്രകടനം നടത്തിയത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ആഹ്ലാദ പ്രകടനത്തിന് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, AGC ബഷീർ, KV വിജയൻ, VK ബാവ, VV അബ്ദുള്ള ഹാജി, K ശ്രീധരൻ മാസ്റ്റർ, TP അഹമ്മദ് ഹാജി, M രജീഷ് ബാബു, അഡ്വക്കേറ്റ് ATP കരീം, VM ശ്രീധരൻ, PV കണ്ണൻ മാസ്റ്റർ, EV ദാമോദരൻ, C രവി, KP ദിനേശൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നിസ്വ സന്നദ്ധാന വാർഷിക സമ്മേളനത്തിന് തുടക്കമായി. കാഞ്ഞങ്ങാട് ബിഗ് മാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഉസ്താദ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ഉദ്ഘാടനവും സന്നദ്ധാനവും നിർവഹിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന കൊളവയൽ നിസ്വ വിമൻസ് അക്കാദമി സന്നദ്ധാന വാർഷിക സമ്മേളനത്തിന് തുടക്കമായി. സന്നദ്ധാന സമ്മേളനം കാഞ്ഞങ്ങാട് ബിഗ് മാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നിസ്വ കോളേജ് ചെയർമാൻ പാലക്കി അബ്ദുൾ റഹ്മാൻ ഹാജിയുടെ അധ്യക്ഷതയിൽ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഉസ്താദ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ഉദ്ഘാടനവും സന്നദ്ധാനവും നിർവഹിച്ചു. അവരൊക്കെ പഠിക്കണം. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മുസ്ലിമാണോ വിജ്ഞാന സമ്പാദനം അവർക്ക് നിർബന്ധമാണ് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം. അതങ്ങനെ ഒരു സിദ്ധാന്തമായി വെക്കുക മാത്രമല്ല ചെയ്തത്, ഞങ്ങൾ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുത്തു. സാധാരണ നബിതങ്ങളുടെ പള്ളിയിലെ മസ്ജിദ് നബവിയിൽ നബിയുടെ വിദ്വൽ സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ മുന്നിലൊക്കെ പുരുഷന്മാരുണ്ടാവും, പിന്നിൽ സ്ത്രീകളും. സ്വാഭാവികമായും ഒരു പുരുഷ സഞ്ചയത്തോട് സംസാരിക്കുമ്പോൾ ഭാഷയിൽ അതിൻ്റെതായ സ്വാധീനം ഉണ്ടാവും. അർത്ഥപൂർണമായ ജീവിതം സൃഷ്ടിക്കുന്നതിനുള്ള അറിവും സ്വഭാവമുള്ളവരാണ് സ്ത്രീകൾ. ശ്വസിക്കാൻ ഓക്സിജൻ പോലെ തന്നെ അത്യാവശ്യവും ഉപയോഗപ്രദവുമാണ് സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞു. ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ വിദ്യ നേടുമ്പോൾ അത് അവരിലെ മനുഷ്യന്റെ ഏറ്റവും മികച്ച പതിപ്പുകളെ പുറത്തു കൊണ്ടുവരുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കുടുംബത്തിന്റെ തലമുറയിലും കുടുംബത്തിന്റെ ജീവിത രീതിയിലും പ്രതിഫലിക്കുന്നുവെന്നും മതബോധനങ്ങൾക്കകത്ത് നിന്ന് കാലം ആവശ്യപ്പെടുന്ന മറ്റ് ജ്ഞാന രൂപങ്ങളെ കൂടി വിളക്കിച്ചേർത്ത സമീകൃതമായ പാഠപദ്ധതിയിലൂടെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസമാണ് ദാറുൽ ഹുദ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ബഹാവുദ്ദീൻ നദ്വി കൂട്ടിച്ചേർത്തു. കൊളവയൽ ജുമാ മസ്ജിദ് ഖത്തീബ് ഉസ്താദ് അസ്രുദ്ദീൻ ബാഗവി പ്രാർത്ഥന നടത്തി. കോളേജ് കൺവീനർ മുഷ്താഖ് അഹമ്മദ് ഹുദവി സ്വാഗതം പറഞ്ഞു. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഖാദർ മങ്ങാട് വിദ്യാർത്ഥിനികൾക്കുള്ള +2 സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഉസ്താദ് ഇസ്ഹാബ് ബാഗവി മുഖ്യപ്രഭാഷണം നടത്തി. നിസ്വയുടെ പ്രൊജക്ട് ലോഞ്ചിംഗ് മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ C കുഞ്ഞാമത് ഹാജി പാലക്കി നിർവഹിച്ചു. റാങ്ക് ജേതാക്കൾക്കുള്ള ആദരം അബൂബക്കർ കൊളവയൽ, ഹസൈനാർ ഹാജി എന്നിവർ കൈമാറി. അധ്യാപകർക്കുള്ള സ്നേഹോപഹാരം മുസ്തഫ കൊളവയൽ, ഉസ്താദ് ഫാറൂഖ് വാഫിക്ക് കൈമാറി. വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം ഹംസ കൊളവയൽ നിർവഹിച്ചു. കോളേജ് വിദ്യാർത്ഥികളുടെ കൈയെഴുത്തു മാസിക ചെറുവത്തൂർ ഇബ്രാഹിം C മുഹമ്മദ് കുഞ്ഞിക്ക് നൽകി പ്രകാശനം ചെയ്തു. ആയിഷ ഫർസാന എഴുതിയ തിരയടങ്ങാത്ത പുസ്തക പ്രകാശനം ഡോക്ടർ ഖാദർ മാങ്ങാട് മുബാറക് ഹസൈനാർ ഹാജിക്ക് നൽകി നിർവഹിച്ചു. കാഞ്ഞങ്ങാട് നിയുക്ത മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത്, ട്രഷറർ MK അബൂബക്കർ ഹാജി, B മുഹമ്മദ് കുഞ്ഞി, B കുഞ്ഞഹമ്മദ്, ബഷീർ ജിദ ചിത്താരി, മുഹമ്മദ് കുഞ്ഞി ബുറൈമി, അബൂബക്കർ പള്ളിവളപ്പിൽ, നദീം കൊളവയൽ, സുബൈർ കമ്മട്ടിക്കാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
ഹസീബ് കൊളവേൽ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തത്വമസി യോഗ കേന്ദ്രത്തിൽ സ്പോർട്സ് യോഗ ക്യാമ്പിന്റെ ഉദ്ഘാടനം നടന്നു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ഉദ്ഘാടനം നിർവഹിച്ചു. തത്വമസി യോഗ കേന്ദ്രത്തിൽ സ്പോർട്സ് യോഗ ക്യാമ്പിന്റെ ഉദ്ഘാടനവും യോഗ കേന്ദ്രം സ്ഥാപകൻ വെള്ളിക്കോത്ത് കൃഷ്ണന്റെ സ്മരണാർത്ഥം നടത്തിയ ചിത്രരചന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി നിർവഹിച്ചു. സമയക്രമം ഇല്ലാത്ത ജീവിത രീതി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാറ്റിയെടുക്കുകയും നമ്മളെ ഏറ്റവും നല്ല ജീവിത സംക്രമണം നടത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യയാണ് യോഗ വിദ്യ. നിങ്ങൾക്ക് എല്ലാവർക്കും സൂര്യ നമസ്കാരം കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സൂര്യ നമസ്കാരം കേട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ച് ഒരു 3 മാസമൊക്കെ ആകുമ്പോഴാണ് ആ കുഞ്ഞ് എന്ത് ചെയ്യല്? കമിയ അല്ലേ? കമിയെന്ന് കണ്ടിട്ടില്ലേ? കുഞ്ഞുങ്ങൾ കമിയെന്ന് കണ്ടിട്ടില്ലേ? ആ കുഞ്ഞുങ്ങൾ കമിയുമ്പോൾ ഓരോ സ്റ്റെപ്പ് ഉണ്ടാവും. എന്താ ചെയ്യാ? പുഷപ്പൊക്കെ എടുക്കൂലേ? അല്ലേ? പുഷപ്പൊക്കെ എടുക്കൂലേ കുഞ്ഞുങ്ങൾ കമിയുമ്പോൾ? CM സൈനബ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രജിത CV, പൃഥ്വിരാജ് P, അതുൽ P എന്നിവർ സംസാരിച്ചു. അശോക് രാജ് വെള്ളിക്കോത്ത് സ്വാഗതവും ഫിദ നന്ദിയും പറഞ്ഞു. ചിത്രരചനാ മത്സര വിജയികളായ പുണ്യ MP, തീർത്ഥ അഭിലാഷ് എന്നിവർ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് SSLC പരീക്ഷയിൽ 99.07 വിജയശതമാനം. ചെറുവത്തൂർ മട്ടലായി ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. റോഡിന് മധ്യഭാഗത്തായി 20 മീറ്ററിലധികം നീളത്തിൽ വിള്ളലുണ്ടായിട്ടുണ്ട്. ശക്തമായി വീശിയടിച്ച കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണ് കനത്ത നാശനഷ്ടം. 1 കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക്. വിവാഹ ദിനത്തിൽ മുങ്ങിയതിനു പിന്നാലെ പ്രതിശ്രുത വധു നൽകിയ പീഡന പരാതിയിൽ പ്രതിശ്രുത വരൻ ബലാത്സംഗ കേസിൽ അറസ്റ്റിൽ. പ്രതിയെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്ന UDF വാഗ്ദാനം നടപ്പിലാക്കണമെന്ന ആവശ്യം. കാസർഗോഡ് പ്രതിഷേധ പ്രകടനവും ടിക്കറ്റില്ലാ യാത്രയും നടത്തി BJP. കാസർഗോഡ് നിരവധി കേസുകളിൽ പ്രതിയായ പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ. ആരിക്കാടി ബന്നംകുളം സ്വദേശി അബ്ദുൾ ജലീലാണ് പിടിയിലായത്. നീലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ യുവതിയെ കയറിപ്പിടിച്ച ഇലക്ട്രീഷ്യൻ അറസ്റ്റിൽ. പള്ളിക്കര കുഞ്ഞിപ്പുളിക്കാലിലെ രമേശനാണ് അറസ്റ്റിലായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.